ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വറുത്തരച്ച മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കറിയാണ്. അപ്പം നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കുക. സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു കഷ്ണം കറുകപ്പട്ട, 2-3 ഗ്രാമ്പു, 1 ടീസ്പൂണ് കുരുമുളക്, 2 ഏലക്കായ അത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 മുറി തേങ്ങ. നമ്മൾ 4 മുട്ടയ്ക്ക് ഉണ്ടാക്കണേ. അപ്പോൾ മുട്ട കൂടുന്തോറും തേങ്ങയുടെ അളവ് കൂട്ടുക. ഇത് നന്നായി വറുത്തെടുക്കുക. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണം എന്നില്ല കേട്ടോ. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുക. ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി. ഇനി നമുക്കിത് ചൂടാറിയിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തണുത്തിട്ടുണ്ട്. ഇതിൽ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരയ്ക്കാനുള്ള വെള്ളം കേട്ടോ. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളി വെച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക്, നമ്മൾ 4 മുട്ടയ്ക്കുള്ള കറിയാണ് കേട്ടോ അത് കാണിക്കണം. അപ്പൊ നമ്മൾ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമുക്ക് സവാളയൊക്കെ വഴണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് ഒരു ചെറിയ തക്കാളി ഇടാം. നമ്മുടെ ഉള്ളിയും സവോളയൊക്കെ ഇവിടെ വഴണ്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് അരച്ചതിട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അത് ഉപയോഗിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ്. ഉപ്പുണ്ടോ നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മുട്ടക്കറി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമുക്ക് കറി ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.